ടിക്കറ്റ് എടുത്ത് പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് നല്ല നടക്കാനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിക്ഷയിലും പോകാം. ഒരാളിന് റിക്ഷയിൽ പോകുന്നതിന് 20 രൂപ കണ്ടാണ് അവർ വാങ്ങുന്നത്. കുറച്ച് ദൂരേ ഉള്ളൂ, പക്ഷെ എന്നാലും അവർ അത്രയും വെച്ച് വാങ്ങിക്കും. റിക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം റിക്ഷയാണ് ഇവിടെ ഉള്ളത്. സാധാരണ നമ്മുടെ അവിടുത്തെ ഓട്ടോറിക്ഷ അല്ല, പ്രത്യേകതരം റിക്ഷയാണ്. ഇവിടുന്ന് എന്തായാലും ഞാൻ നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട്. നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഈ കാണുന്നതാണ് റെഡ് ഫോർട്ട്, അതായത് ലാൽ കില. കണ്ടില്ലേ, നല്ല സൗന്ദര്യം, അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഒരു സംഭവം തന്നെയാണിത്. ഇതെന്തായാലും വന്ന് കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവരും കണ്ടിരിക്കണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കണ്ടിരിക്കണം. കണ്ടോ, അതിന്റെ കാണുന്നുണ്ട്. എന്തൊന്നും അല്ല, അത് ക്ലിയറൊന്നും അല്ല, അങ്ങനത്തെ കാണുന്നു. ഇവിടെ നല്ല ഫോറിനേഴ്സ് ഒക്കെ ആവശ്യം പോലെ വരുന്നുണ്ട്. ഇന്ത്യക്കാര് ആവശ്യം പോലെ ഉണ്ട്. എന്നാലും വെളിയിലുള്ള ആൾക്കാർക്ക്, അതായത് ഫോറിനേഴ്സിനാണല്ലോ ഇതിനെക്കുറിച്ച് വലിയ ആശങ്കയുള്ളത്. നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഇതൊന്നുമില്ല. എന്നാലും മലയാളീസിനെയൊക്കെ ഞാനിവിടെ കണ്ടിരുന്നു, കുറെ മലയാളീസിനെ കണ്ടു. ഇതിപ്പോ ലാൽ കിലയുടെ എൻട്രൻസ് ആണ്. ഇവിടെ ഇവിടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റ് കൊടുത്തു. പിന്നെ അതിനുശേഷം നല്ല ചെക്കിംഗ് ഉണ്ട്. ബാഗ്, ബോഡി ചെക്കിംഗ് ഒക്കെ നടത്തി, സ്കാനിങ് നടത്തിയിട്ടാണ് അകത്ത് കയറ്റി. അവിടെയും വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അത് കാരണം സോറി, നിങ്ങൾ അവിടുത്തെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വെയിറ്റിംഗിലാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കാരണം ചെറിയൊരു ഓക്കെ, ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിൽ 2 പീരങ്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ച പീരങ്കിയാണെന്ന് തോന്നുന്നു. അഥവാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ 2 വെച്ചിട്ടുണ്ട്. ഒക്കെ ഇരുമ്പിലുള്ള സാധനമാണ്. അത് മാനുവലായിട്ട് പണ്ട് പ്രവർത്തിപ്പിക്കുന്നതായിരുന്നു തോന്നുന്നു. അത് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിന്റെ ഒരു ഫോട്ടോ അല്ല, ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് വരികയാണ് റെഡ് ഫോർട്ടില്. വലിയ വാതിലുകൾ മലർക്ക തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, ഇതിങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു വഴിയാണ് അകത്തേക്ക്. മൊത്തം ചുമന്ന കളറാണ്. ഇവിടെ ഇങ്ങനെ പോലീസ് ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ വഴി തിരിച്ചു വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയങ്ങളിൽ 2 വേ ആയിട്ട് വിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാനും തിരിച്ചു ഇറങ്ങാനുമായിട്ട് പ്രത്യേകം തിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നിപ്പോ എന്തായാലും തിരക്കില്ല. ഞാൻ രാവിലെ അവിടേക്ക് പോയതുകൊണ്ടായിരിക്കാം തിരക്കിപ്പൊ കുറവ്. വൈകുന്നേരത്തോടുകൂടി നല്ല തിരക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അകത്തുള്ളൊരു അകത്തളമാണ്. ഇനി ഇതിന് അവിടെ നിന്ന് വേറൊരു വാതിലുണ്ട്. ആ വാതിലാണ് അവിടെ കാണുന്നത്. ആ വാതിൽ കൂടിയാണ് ഫോർട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അകത്തളമുണ്ട്. അകത്തളം വിശാലമായ അകത്തളമാണ്. കണ്ട, ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊന്നും ആരും ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ കയറി വരുന്ന ആ എൻട്രൻസിൽ തന്നെ ആ വേസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെ അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തും. ഇങ്ങനെ ആൾക്കാരെന്തോ നേരത്തെ പോയവരായിരിക്കും തിരിച്ചു വരുന്നത്. ഇതിപ്പോ രാവിലെ 9 മണി ആ സമയമായിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇത്ര ആൾക്കാർ പോയി തിരിച്ചു വരുന്നത്, അതായത് കണ്ടും അടുത്ത് തിരിച്ചു വരുന്നതാണോ എന്നറിയില്ല. ഇനിയിപ്പോ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് സുവനീർ ഷോപ്പുകളാണ്. ശരിക്കും സുവനീർ മാത്രം. ലാഹോർ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ടുള്ള അടുത്തുള്ള ഗേറ്റിലാണ്. ആ ഗേറ്റിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഈ ഗേറ്റും കടന്ന് അകത്തേക്ക് പോയാലാണ് പാലസുകൾ കാണാൻ പറ്റുക. ആക്ച്വലി റെഡ് ഫോർട്ട് നിർമ്മിച്ചത് 1638 മെയ് മാസത്തിലാണ് നിർമ്മിക്കാൻ തുടങ്ങിയത്. അത് ഷാജഹാന്റെ മേൽത്തോട്ടത്തിൽ 1648 ഏപ്രിൽ നിർമ്മാണം പൂർത്തിയായി.
10 വർഷത്തോളം എടുത്ത് ഈ റെഡ് ഫോർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വല്ലാത്ത നിർമ്മിതിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്. അന്നത്തെ കാലത്ത് എങ്ങനെ ഇത്രത്തോളം വലിയ മതിലുകളും പാലസുകളും ഒക്കെ നിർമ്മിച്ചതെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ മേളിലൊക്കെ മാർബിളുകളൊക്കെ എങ്ങനെ കയറ്റി എന്നറിയില്ല. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിലാണല്ലോ ക്രെയിനും അതും ഇതൊക്കെ വന്നത്. പക്ഷെ അന്ന് ക്രെയിനൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഇത് ചെയ്തതെന്ന് വല്ലാത്ത സംഭവം തന്നെയാണ്. മെയിൻ ഗേറ്റിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ദിവാൻ അൽ ആം എന്ന് പറയുന്ന പാലസിലേക്കാണ്. ഈ പാലസിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇവിടെ നിന്നാണ് ഷാജഹാൻ പുറത്തുനിന്നുള്ളവരെ സ്വീകരിച്ചിരുന്നതും പരാതികൾ കേട്ടിരുന്നതും പരാതികൾ സ്വീകരിച്ചിരുന്നതും ഇവിടെയാണ്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് കയറി പാലസിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗ്ലാസ് ഇട്ട ഒരു മാർബിളിൽ തീർത്ത ഒരു ഇരിപ്പിടം ഞാനിപ്പോൾ കാണിച്ചു തരാം. ദേ ആ കാണുന്നതാണ്. ഞാൻ അങ്ങ് അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ വീഡിയോ വിശദമായിട്ട് കാണിക്കാം. ദേ കാണുന്നു, വെള്ള മാർബിളിൽ തീർത്തൊരു ഇരിപ്പിടം. അതിങ്ങനെ കുറച്ച് ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ കയറ് കെട്ടി തിരിച്ചിരിക്കുകയാണ് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നോക്കിയേ, വളരെ ഗ്ലാസ് ഒക്കെ ഇട്ട് വളരെ ഇതായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്ന് തോന്നുന്നത് മാർബിളിന്റെ വില കൊണ്ടാണോ അതോ അദ്ദേഹം ഇരുന്ന് ഇരിപ്പിടമായതുകൊണ്ടാണോ എന്നറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ടീപ്പോയ് കാണാം. അതിൻ്റെ ഉയരത്തിലൊരു മാർബിളിട്ട ഒരു ഇരിപ്പിടം. മറ്റുള്ളവരുടെ പരാതികൾ കേൾക്കുകയും പരാതികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. വെളിയിൽ നിന്ന് വരുന്നവരെയൊക്കെ സ്വീകരിച്ചിരുന്നതും ഇവിടെയാണെന്നാണ് ചരിത്രം പറയുന്നത്. ഈ കാണുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് വളരെ ഇതായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അടുത്തത് ഞാൻ പോയത് മുംതാസ് മഹൽ എന്ന് പറയുന്ന പാലസിലേക്കാണ്. ഈ പാലസും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഇതും 10 വർഷത്തോളം എടുത്തു. ഇതിനകത്തുള്ള മൊത്തം പാലസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് 10 വർഷം എടുത്തത്. ഇത് മുംതാസ് മഹലിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അറിയാലോ മുംതാസ് മഹൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണെന്നുള്ളത്. ഷാജഹാൻ ഏറ്റവും പ്രിയപ്പെട്ട ഷാജഹാന്റെ ഭാര്യയായിരുന്നു. ഇതിനെ ചോട്ടാ രംഗ് മഹൽ എന്നും പറയും. ഇതും വലിയൊരു പാലസാണ്. ഇതിങ്ങനെ വാതിലുകളൊക്കെ നശിച്ചു പോയതാണോ എന്നറിയില്ല. ഇതിങ്ങനെ തുറന്നു കിടക്കുകയാണ്, പക്ഷെ അതിനകത്തേക്കും പ്രവേശനമില്ല. അതിലും ഇതേണ്ട നിങ്ങൾ കാണുന്നില്ല, ഈ കയറ് കെട്ടി ഇവിടെ എല്ലാം തരം തിരിച്ചുകയാണ്. അപ്പോൾ പുറത്ത് നിന്നിട്ട് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പുറത്ത് നിന്നിട്ടുള്ള കാണാനുള്ള ഇതേ ഉള്ളൂ. ഭയങ്കര വലിയ പാലസ്, എല്ലാം മാർബിളിൽ നിർമ്മിച്ചതാണ് ഈ പാലസ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, അകത്തേക്ക് കയറി അവർ ഇറക്കി വിടും. അതുകൊണ്ട് ഇങ്ങനെ ദൂരെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഭയങ്കര വലിയ പാലസ്, നിങ്ങൾ നോക്കിയേ, പാലസ് ഇങ്ങനെ വലുതാണ്. ഇതൊരു സൈഡിലാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്തടുത്ത പാലസുകളുണ്ട്. ഇത് ഒരു പാലസ്, ഇത് മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ചതാണ്. ഷാജഹാന്റെ എന്റർടൈൻമെന്റ് പാലസ്. അത് കണ്ട ഖാസ് മഹൽ. ഇതിപ്പോൾ ഖാസ് മഹലാണ്. ഇവിടെയാണ് ഈ മൃഗങ്ങളുമായിട്ടുള്ള ഫൈറ്റും പുള്ളി ആസ്വദിച്ചിരുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെയാണ്. ഇതിനകത്ത് 3 ബെഡ്റൂം ഉണ്ടെന്നാണ് പറയുന്നത്. അടിയിലും എന്തോ ഉണ്ട്, പക്ഷെ അവിടേക്ക് നമുക്കൊന്നും പ്രവേശനമില്ല. അടിയിലൊന്നും പോകാനുള്ള ഒരു നിവൃത്തിയില്ല. അല്ല, നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനായിരുന്നു. ഈ പുറമേ നിന്നുകൊണ്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഈ സ്ഥലത്താണെന്ന് തോന്നുന്നു ഇത് നടത്തിയിരുന്നത്. ആനയും മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ ഫൈറ്റിംഗ് നടന്നിരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇരുന്നാണ് കാണാറുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. എന്തോ അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്കറിയില്ല.
അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് പുള്ളി ഇതൊക്കെ കാണാറുണ്ടായിരുന്നത് എന്നാണ്. കണ്ടില്ലേ എന്ത് കൺസ്ട്രക്ഷനാണ്, അടിപൊളി കൺസ്ട്രക്ഷൻ അല്ലേ. അന്നത്തെ കാലഘട്ടത്തിലെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിയേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടുതലും മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. മാർബിളൊക്കെ ഇത്ര ഇതായിട്ട് അന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാർബിൾ കണ്ടിട്ടില്ല, എല്ലാം മിഷനറി വർക്ക് ചെയ്തിട്ട് പോലും ഇത്രയും ഹെവി മാർബിൾസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര മില്യൺസ് ചെലവാക്കിയിട്ടുണ്ടാവും. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്ര വർഷമായിട്ട് അതിങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മോത്തി മസ്ജിദിന്റെ ഭാഗത്താണ് ഈ രണ്ട് സൈഡിലും കാണുന്നത്. മോത്തി മസ്ജിദാണ്. ഇത് നിർമ്മിച്ചത് ഔറംഗസീബാണ്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അദ്ദേഹത്തിന്റെ പാലസ് ഇതിന്റെ തൊട്ടടുത്താണ്. പാലസിൽ നിന്ന് നടന്നു വരാൻ പറ്റുന്ന ദൂരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോകുന്നത് മറ്റൊരു പാലസിലേക്കാണ്. പാലസിന്റെ പേര് രംഗ് മഹൽ എന്നാണ്. രംഗ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നിങ്ങൾക്കറിയാം, രംഗ് എന്ന് പറഞ്ഞ കളറാണ്. അതിനാണ് രംഗ് മഹൽ എന്ന് പേര് വരാൻ കാരണം. ഇത് അവിടെയുള്ള മൊത്തം പാലസുകളിൽ ആറാമത്തെ പാലസാണ്. ഈ പാലസും മറ്റു പാലസുകളെ പോലെ തന്നെ മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിവിശാലമായ പാലസാണ്. രംഗ് മഹൽ എന്ന് പറയുന്നെങ്കിലും ഇപ്പൊ രംഗൊന്നുമില്ല, രംഗെല്ലാം പോയി. രംഗ് കുച്ച് ബി നഹീ ഹെ, രംഗ് था अभी रंग नहीं है, अभी का हालत ऐसी है, पूरा സഫേദ കളർ. ഇപ്പൊ എല്ലാം വൈറ്റ് കളറാണ്. അവിടെ ഇവിടെയൊക്കെ തന്നെ വൈറ്റ് കളറും പോയിട്ടുണ്ട്. ഈ ആറാമത്തെ പാലസ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് പാലസുകൾ എന്ന് പറയുമ്പോൾ ഇനിയുള്ള പാലസുകളെല്ലാം മ്യൂസിയമാണ്. മ്യൂസിയം നമുക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല, പക്ഷെ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. മ്യൂസിയത്തിനകത്തേക്ക് കയറി മ്യൂസിയത്തിൽ വിശാലമായിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂട്ടാൻ പോകുന്നത് കാരണം പെട്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അതിന് 3 നിലയുണ്ട്. ഈ 3 നിലയിലും പ്രവേശിക്കാനുള്ള സമയം തന്നില്ല. ഒരു നിലയിൽ മാത്രം ഒന്ന് ഓടിച്ച് വീഡിയോ എടുത്തു. അത് കാരണം വിശദമായിട്ട് പറയാനൊന്നും പറ്റില്ല. ഒരു ജസ്റ്റ് നിങ്ങൾക്ക് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് കണ്ടാലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് കാരണം അതിനൊന്നും അവർ സമ്മതിച്ചില്ല. ജൽദി ഹം ബന്ദ് കർനെ വാലാ ഹും, ജൽദി കരോ എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. നമുക്കറിയാലോ, ഇന്ത്യയിൽ ജോലി സമയം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് അടിച്ചിറക്കി താഴിട്ട് പൂട്ടും. അതാണ് അവസ്ഥ. ഇതവിടെ 3 നിലകളുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ആ കാണുന്ന 3 നിലകളുള്ള ചിത്രമായിരുന്നു. ആ 3 നിലകളിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും തന്നെ അവർ ഞങ്ങളെ പുറത്താക്കി. അവർ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയും അതിനകത്തുള്ളവരും എല്ലാവരും ബഹളം വെച്ചു, എത്രയും പെട്ടെന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അതിനകത്തേക്ക് ഒരാൾ കയറ്റി വിട്ടതാണ്, കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് മേളിലത്തെ നിലയിൽ നിന്ന് ആൾക്കാർ ക്ലോസ് ചെയ്ത് താഴേക്ക് വരികയാണ്. അവർ ഞങ്ങളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എങ്ങനെ പെട്ടെന്ന് എടുത്തതാണ്. വിശദമായിട്ടൊന്നും പറയാനും കാണിക്കാനും ഒന്നും പറ്റിയില്ല. അന്നത്തെ ഇന്ത്യയുടെ ഭൂപടം കണ്ടല്ലോ, ഇതായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ഭൂപടം. ഇപ്പം ഇപ്പോഴത്തെ ഇന്ത്യയിൽ അതിൽ കുറെ ഭാഗം ഇല്ലല്ലോ, അതോ കുറെ ഭാഗം കൂടുതലായിട്ടുണ്ടോ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് പഴയ ഭൂപടവും ഇപ്പോഴത്തെ ഭൂപടവുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ മേളിലേക്ക് കയറാനുള്ള വഴിയാണ്, അവിടെ എല്ലാം അടച്ചവര്, അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. മേളത്തെ നിലകളിലൊന്നും പറ്റിയില്ല. ഇനി ഒരു 2 നില കൂടി ഈ ബിൽഡിങ്ങിലുണ്ട്. അത് കഴിഞ്ഞ് വേറെ 2 പാലസും കൂടി ഉണ്ട്.
രണ്ട് പാലസിലൊന്നും കയറാൻ പറ്റില്ല. ഇതിപ്പം ആരുടെ വാളുകളാണോ ആരുടെ കത്തിയാണോ ഇതൊന്നും നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ജസ്റ്റ് വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു പോയത് ആ ഭിത്തിയിലൊക്കെ കാണുന്നത് ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്തതേ ഉള്ളൂ. അവിടെ വരച്ചു വെച്ചിട്ടുള്ള പിക്ചേഴ്സും അതും ഇതും ഒക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അല്ലാതെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അടച്ചുപോയി. ഇപ്പം അവിടെ ഇപ്പം രാവിലെ ഞാൻ പോയിട്ടും ഇത്രയും ഭാഗം കണ്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ സമയം 5 മണി കഴിഞ്ഞിരുന്നു. ദേ കണ്ടോ അടച്ച് അവിടെയല്ല. വെറുതെ പുറത്തേക്ക് ഇറങ്ങി വരാനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ദേ കണ്ടോ ഈ തോക്ക്, ആ, കൊടാലി, പണ്ടുള്ള ആയുധങ്ങളാണ്. കത്തി, പല ടൈപ്പിലുള്ള കത്തികളുണ്ട്. ചെറിയ ഹാൻഡ് തോക്കുകളുണ്ട്. ഇതൊന്നും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലും വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഇതിനകത്ത് സുവനീർ ഷോപ്പുകളുണ്ട്. ആ സുവനീർ ഷോപ്പുകളെല്ലാം 5:30 മണിക്ക് ക്ലോസ് ചെയ്യും. ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ അതിനകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വീഡിയോയും കൊണ്ട് ക്യാമറയും കൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനകത്ത് വീഡിയോ നഹീ കർ സക്താ ഹൈ. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തേക്ക് കയറിയില്ല. അവിടെയും ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം. ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ജുമാ മസ്ജിദിലേക്കാണ്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഈ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് തീർത്തും ചുവന്ന കളറിൽ തന്നെ ഇത് കാണും. കണ്ടില്ലേ അവിടെ താഴെ ഇങ്ങനെ ലൈറ്റ് കാണുന്നു, മേളിൽ ലൈറ്റ് കാണുന്നു. ഈ ലൈറ്റ് ഇങ്ങനെ മൊത്തത്തിൽ നല്ല കാഴ്ചയായിരിക്കും. ഇപ്പൊ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. ഞാൻ റോഡിലെത്തി. റോഡിൽ നിന്ന് ഞാൻ റിക്ഷ പിടിച്ചു. റിക്ഷയിൽ ജുമാ മസ്ജിദിലേക്ക് പോവാണ്. അല്ലാതെ അവിടെ വേറൊരു വാഹനം പോകില്ല. ഇപ്പൊ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിഭയങ്കര ട്രാഫിക്കാണ്. ഇവിടെ അവസാനിക്കുകയാണ്.